ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എപ്പോഴും ഈ ഡെസേർട്ടായിട്ട് വേറെ വല്ലേ അറിയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ബട്ട് യു നോ ഐ എം എ വെരി സ്വീറ്റ് പേഴ്സൺ. എനിക്ക് ഞാൻ സ്വീറ്റ് പേഴ്സൺ ആണെന്നല്ല, ഞാൻ പൊതുവെ ഐ ലൈക്ക് സ്വീറ്റ്സ്. ഐ ലൈക്ക് എക്സ്പെരിമെൻറ്റിങ് തിങ്സ്. അപ്പോൾ അതിൽ മോർ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എനിക്ക് സ്വീറ്റ്സ് ആണ് ഇഷ്ടം. പ്രോബ്ലി അങ്ങനെ ആയിരിക്കും ഞാനൊരു ബേക്കറുമായത്. അപ്പോൾ ടുഡേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏപ്രിക്കോട്ട്സ് കിടപ്പുണ്ട്. അപ്പം ഏപ്രിക്കോട്ട് വെച്ചിട്ട് ഒരു ഏപ്രിക്കോട്ട് ക്രംബിൾ ഡെസേർട്ടാണ്. ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി ഫേമസ് ഒരു ബേക്കറി ഉണ്ട്, ഹംബിൾ ക്രംബിൾ എന്ന് പറഞ്ഞിട്ട്. ദേ ഹാവ് വെറൈറ്റി ഓഫ് ക്രംബിൾ വിത്ത് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട് ബേസ്. ബേസിക്കലി അത് നമുക്ക് ഏത് ഫ്രൂട്ട് ബേസ് വെച്ചിട്ടും ടോപ്ഡ് അപ്പ് വിത്ത് ക്രംബിൾ ആൻഡ് ദെൻ യു ക്യാൻ മേക്ക് ഇറ്റ്. അപ്പം ഞാൻ ഇന്നിവിടെ എപ്രിക്കോട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ വാഷ് എപ്രിക്കോട്ട്സ് thoroughly, cut it into tiny pieces. Very tiny ആവണമെന്നൊന്നുമില്ല. So you can see here I've cut it into chunks and then assemble it in your baking tray or oven-proof dish. Then add sugar or honey. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഷുഗറാണ് ഇടുന്നത്. കുറച്ച് അൺഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഒരു ഫ്യൂ ടേബിൾ സ്പൂൺസ് ഓഫ് ഷുഗർ. എന്നിട്ട് വിൽ കീപ് ദാറ്റ് aside and we'll start making the crumble. ഇതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട്, ടേസ്റ്റി പാർട്ട്. സോ ക്രംബിൾ ഉണ്ടാക്കാൻ വെരി ഈസിയാണ്. ഓൾ യു നീഡ് ഈസ് 3 ingredients: ഓൾ പർപ്പസ് ഫ്ലവർ, ഷുഗർ ആൻഡ് സം ബട്ടർ. റൂം ടെമ്പറേച്ചറിലേക്കായി വരുന്ന ബട്ടർ ആയിരിക്കണം. ആൻഡ് വേറെ ഒന്നും നമ്മളിത് ആഡ് ചെയ്യത്തില്ല. വിത്ത് ദിസ് ബട്ടർ നമ്മളതിനെ നല്ല പോലെ ഇങ്ങനെ ക്രംസ് ആക്കി എടുക്കുക. നമ്മൾ ഈ പുട്ടിൻ്റെ മാവൊക്കെ കുഴക്കില്ലേ, അതുമാതിരി ഇങ്ങനെ ക്രംബിൾ കുറച്ച് ഒത്തിരി ഭയങ്കര പൊടിഞ്ഞ ടെക്സ്ചറും അല്ല, പക്ഷേ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം വൺസ് ബേക്ക്ഡായി വരുമ്പോഴത്തേക്കും. ടോപ്പ് ദിസ് എൻ്റർ ഏപ്രിക്കോട്ട് മിക്സ്ചർ. നിങ്ങൾക്ക് ആപ്രിക്കോട്ടിന് പകരം യു ക്യാൻ യൂസ് ബെറീസ് ആസ് വെൽ. പക്ഷേ ഇവിടെ ഞാൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ആപ്പിളാണ്. ആപ്പിൾ ആൻഡ് സിനമൺ ബേസ് യൂസ് ചെയ്തിട്ട് ഈ ക്രംബിൾ വെരി യമ്മിയാണ്. ഇത് മെയിൻലി ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ നമ്മൾ കസ്റ്റഡ് പോർ ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ട്രൈ ആണ്, മസ്റ്റ് ആയിട്ടും. വെരി ഈസി ടു മേക്ക് ആസ് വെൽ. ഇത് 180 ഡിഗ്രിയിൽ ഒരു 30 to 35 minutes നമ്മുടെ ക്രംസ് അങ്ങനെ ഒരു കടിക്കുന്ന ഒരു ടെക്സ്ചർ ആയിരിക്കണം. ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. നിങ്ങൾക്ക് കസ്റ്റഡ് മേക്ക് ചെയ്യാം. ഐ എം യൂസിങ് എ റെഡിമെയ്ഡ് ടിൻ കസ്റ്റഡ് ഹിയർ. അത് എന്നിട്ട് ടോപ്പ് അപ്പ് ചെയ്യുക. കസ്റ്റഡ് വേണമെങ്കിൽ ഒന്ന് വാം ആക്കിക്കോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വെരി ഈസി. ഏപ്രിക്കോട്ട് ക്രംബിൾ ഈസ് റെഡി. ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.